ഹായ് ഗായ്സ്, വെൽക്കം ടു എച്ച് ബി ലൈഫ് സ്റ്റൈൽ. 2024 ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ടാൻസാനിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ഡൊഡോമ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ആഫ്രിക്കയിലാണ്. ഇതാണ് ജോബിച്ചൻ. ഇദ്ദേഹമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾ. ഡൊഡോമയിൽ മലയാളീസൊക്കെ കുറവാണ്. ഏറ്റവും കൂടുതൽ ടാൻസാനിയയിൽ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ദാർസലാം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മലയാളീസ് ഉള്ളത്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും ഓണം പരിപാടികളും ഒക്കെ നമുക്ക് കൂടുതൽ അവിടെയാണ് കാണുന്നത്. ഡൊഡോമയിൽ നമുക്ക് ആളുകൾ കുറവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ച് നമുക്ക് ആ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കാണാം. നമ്മൾ ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്ന രാത്രിയിലുള്ള കുക്കിങ്ങൊക്കെയാണ്. ഒരുപാട് വേറെ കുക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതെല്ലാം ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാര്യം സിസ്റ്റേഴ്സൊക്കെയാണ് ചെയ്തത്. അവർക്ക് ക്യാമറയുടെ മുമ്പിലേക്കൊക്കെ വരാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ജോബിച്ച നല്ലൊരു കുക്കും കൂടാണ്. അപ്പോൾ അത് നമുക്ക് ഈ പാചകം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാര്യങ്ങളൊക്കെ പുള്ളി നല്ല രീതിയിൽ വിശദീകരിച്ച് തന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സംഭവം എടുത്തേക്കുന്നത്. ഇപ്പോൾ പുള്ളി ഉണ്ടാക്കുന്നത് ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതെന്താണെന്ന് ഞാൻ പറയേണ്ട, ഫാദർ തന്നെ പറഞ്ഞുതരും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അച്ഛൻ എന്താ പറയുന്നതെന്ന് നോക്കാം. വായുടെ ടേസ്റ്റ് മാറ്റിയെടുക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മട്ടിപ്പോകുമെന്ന് പറയില്ലേ, അങ്ങനെ മട്ടിപ്പോകാതെ വായുടെ ടേസ്റ്റ് മാറ്റാനും ഭക്ഷണം അത് നല്ല സംതൃപ്തിയോടുകൂടെ കഴിക്കാനും ദഹിക്കാനായിട്ടുള്ളൊരു ഇതാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അവർ ഉപയോഗിക്കുന്ന രസമുണ്ടല്ലോ, ആ രസത്തിൻ്റെ ഫലം ചെയ്യുന്ന സാധനം തന്നെയാണ് ഇഞ്ചിപ്പൊടി. അത്രയും നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കുമ്പോൾ വായിക്ക് എല്ലാ വിധത്തിലുള്ള മധുരവും, ഉപ്പ്, പുളി, എരിവ് ഇതെല്ലാം ഇതിനകത്ത് ചേർന്നിട്ടുള്ളത് കൊണ്ട് ആ നാവിന് എല്ലാ വിധത്തിലുള്ള ടേസ്റ്റുകൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഭക്ഷണം നമുക്ക് കഴിക്കാനായിട്ടുള്ള ഇതിലേക്ക് നമ്മുടെ സ്റ്റൊമക്കിനെ പ്രിപ്പയർ ചെയ്യാണ് ഇത് ചെയ്യുക. അത് ഒപ്പം തന്നെ ഔഷധം കൂടിയാണ് ഇതെല്ലാം കൂടെ ഒന്ന് ചേരുമ്പോൾ. ഇതിന് ഇഞ്ചിപ്പുളി എന്ന് നമ്മൾ പറയുന്നത് കൃത്യം ഇതിലേക്ക് നല്ല ഇഞ്ചിപ്പുളിയായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് ഓണസദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത്. ഇത്രയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആർക്കാലും ഒന്ന് കൊതി വരാതിരിക്കത്തില്ല. അപ്പം നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടിയൊക്കെ കാണാം. വിഷ്ണുവും സുമേഷും കൂടെ രാത്രി തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. എന്തായാലും നമ്മുടെ വിഷ്ണു സുമേഷും കൂടെ പൂക്കളമൊക്കെ തുടങ്ങി വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോബിച്ചനും ഫാദർ സിൽജോയും ഫാദർ ഷിജോയും പിന്നെ ഡോണച്ചനും എല്ലാവരും കൂടെ ചേർന്ന് പൂക്കളം അങ്ങ് കളറാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് 2024 ഡൊഡോമ മലയാളീസിൻ്റെ ഓണാഘോഷം നടന്നത്. രാവിലെ തന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവിയലിനും ബാക്കിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അരിയാനും ബാക്കി ഓരോ പാചകങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു വ്യക്തിയാണ് അഖിൽ. ഇതാ കണ്ടില്ലേ, തീയലിനുള്ള പരിപാടിയിൽ ഭയങ്കര തിരക്കാണ്. അദ്ദേഹം രാത്രി അത്തപ്പൂക്കൾ ഇടുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ഉറക്കമൊക്കെ ആയിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് നമുക്ക് രാത്രിയുള്ള വീഡിയോയിൽ ആളിനെ കിട്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും ആഫ്രിക്കയിൽ ഇത്രയും കുറവ് മലയാളികളുള്ള സ്ഥലത്ത്, അതായത് ഡൊഡോമ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഇത്രയും ആൾക്കാരുടെ ഒരു പ്രയത്നം, അതായത് നമ്മളിപ്പോൾ കണ്ടവർ മാത്രമല്ല, ഇതിന് പുറകിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെ ഒരു പ്രയത്നമാണ് ഈ ഒരു ഓണം 2024 ഒരു വിജയം എന്ന് പറയുന്നത്. ഇതാ കണ്ടില്ലേ, ഓണത്തിൻ്റെ വിഭവങ്ങളാണ്. ഇത്രയും കുറഞ്ഞ മലയാളികളെ വെച്ചുകൊണ്ട് ഇത്രയും കുറഞ്ഞ സമയത്തിൽ ഇത്രയും വിഭവങ്ങൾ തയ്യാറാക്കാൻ കഴിഞ്ഞത് തന്നെ ഡൊഡോമ മലയാളീസിൻ്റെ ഒരു വലിയ വിജയമായിട്ട് കൂട്ടാം. അപ്പോൾ എല്ലാവർക്കും ഡൊഡോമ മലയാളീസിൻ്റെ ഓണാഘോഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരും. അതുവരെ എല്ലാവർക്കും ബായ്.